കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയകഥ അറിയാമോ? ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് വൈകുണ്ഠത്തിൽ നിന്നും 5 കോടി യോജനകൾ വടക്കേ ദിശയിൽ 3 കോടി വ്യാസമുള്ള ഗോലോകം ഉണ്ട്. അവിടെ കൃഷ്ണൻ യൗവനത്തിൽ തന്റെ ഗോപാലന്മാർക്ക് ഒപ്പവും പശുക്കൾക്ക് ഒപ്പവും താമസിക്കുന്നു. അതുകൊണ്ടാണ് ഗോലോകം എന്ന പേര്. അവിടെ കൃഷ്ണൻ രാജാവും രാധ രാജ്ഞിയുമാണ്. ഒരിക്കൽ കൃഷ്ണൻ തന്റെ സുഹൃത്തും ഭക്തനുമായ ശ്രീധാമനോട് തനിക്ക് കുറച്ചു നേരം ധ്യാനിക്കണമെന്ന്, ആരെയും കടത്തിവിടരുത് എന്ന് ആവശ്യപ്പെട്ട് വാതിലുകൾ അടച്ചു. രാധ തന്റെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തായിരുന്നു. അവിടെ കൃഷ്ണൻ തന്നെ രാധയെ എന്ന് വിളിക്കുന്നത് അവൾ കേട്ടു. ശ്രീധാമ രാധയെ വാതിലുകൾ തുറക്കാൻ അനുവദിക്കാതെ രാധയെ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞു. ശ്രീധാമ പറയുന്നത് കേൾക്കാതെ രാധ വാതിലുകൾ തുറന്ന് അകത്തേക്ക് പോയി. പ്രണയത്തേക്കാൾ ഉയർന്ന ഭക്തിയിൽ വിശ്വസിച്ച് ശ്രീധാമൻ രാധയെ ശപിച്ചു. കൃഷ്ണനെ മറന്നുകൊണ്ട് രാധ 100 വർഷം ഭൂലോകത്തിൽ ജീവിക്കുമെന്നും വേർപിരിയലിന്റെ വേദന അറിയുമെന്നും ശപിച്ചു. ദുഃഖഭരിതയായ രാധ കൃഷ്ണന്റെ അടുത്ത് എത്തി. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ധർമ്മം സ്ഥാപിക്കുവാനായി എനിക്ക് ഭൂലോകത്തിൽ അവതാരം എടുക്കുവാൻ സമയമായി. അവിടെ ദേവി എന്നെ മറന്നിട്ടായാലും എന്റെ ഒപ്പമുണ്ടാവും. കർമ്മം നിർവഹിക്കാൻ ഞാൻ യാത്ര പോകുന്ന പക്ഷം ശാപം ഫലിക്കും എന്ന് സമാധാനിപ്പിച്ചു. കൃഷ്ണനില്ലാതെ ഗോലോകത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് രാധയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ ആദ്യം ഭൂലോകത്ത് ജന്മം എടുക്കുവാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് രാധ കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവനെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ കണ്ണടച്ചു. ഭൂമിയിൽ ശുക്ലപക്ഷ അഷ്ടമി ദിവസം ഗ്രാമമുഖ്യനായ വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും മകളായി മധുരയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ബർസാനയിൽ ജനിച്ചു. വൃഷഭാനു നദിയിൽ കുളിക്കാൻ പോയപ്പോൾ 1000 ഇതളുകളുള്ള താമരയിൽ സ്വർണ്ണ നിറത്തോടു കൂടിയ രാധ ഒഴുകിവന്നു. രാധ ജനിച്ച 11 മാസത്തേക്ക് കണ്ണുതുറന്നില്ല. കാഴ്ചശക്തി ഇല്ലാത്ത കുഞ്ഞാണ് എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു ദിവസം വൃഷഭാനു രാധയോടും കീർത്തിയോടും ഒപ്പം തന്റെ സുഹൃത്തായ നന്ദദേവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ കൃഷ്ണൻ നന്ദദേവന്റെ മകനായി എത്തി. കണ്ണന്റെ സ്പർശം കൊണ്ട മാത്രയിൽ കുഞ്ഞ് രാധ തന്റെ കണ്ണുകൾ തുറന്നു. ആദ്യം കണ്ടത് കണ്ണനെയാണ്. കൃഷ്ണനും രാധയും ഒരുമിച്ച് കളിച്ചും വഴിക്കിട്ടും മറ്റു ഗോപന്മാർക്ക് ഒപ്പം വളർന്നു. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ രാധ അതിൽ ലയിച്ചു മയങ്ങും. കൃഷ്ണൻ തന്റെ കൈകൊണ്ട് വെണ്ണ ഉണ്ടാക്കി ഊട്ടും. കൃഷ്ണൻ രാധയുടെ മുടി അലങ്കരിച്ചു കൊടുക്കും. എന്നിങ്ങനെ അനേകം ലീലകൾ. അവിടുത്തെ പക്ഷി മൃഗാദികൾ സാക്ഷ്യം വഹിച്ചു. ഒരിക്കൽ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ നിരവധി ഗോപികമാർ അതിൽ ലയിച്ചു വന്നപ്പോൾ രാധ കൃഷ്ണനോട് കോപിച്ചു. ഞാൻ മാത്രമല്ലേ നിന്റെ പ്രണയിനി, എന്നെയല്ലേ നീ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് കൃഷ്ണൻ, നീയും ഞാനും ഒരേ ആത്മാവും 2 ശരീരവുമല്ലേ, അപ്പോൾ എന്നെ തന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ ഉത്തരം പ്രണയം അംഗീകരിച്ച പോലെ ആയിരുന്നാലും വിവാഹത്തിലൂടെ ഒന്നിക്കില്ലേ എന്ന് രാധ ദുഃഖിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ തന്റെ കർമ്മമായ ധർമ്മസ്ഥാപനത്തിന് മധുരയിലേക്ക് താൻ പോകും എന്നറിയിച്ചത്. അക്രൂരർ വന്ന് കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വേളയിൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടത് അനുസരിച്ച് രാധ കരയാതെ യാത്ര അയച്ചു.